എവ്രിവൺ ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം, ബറി ദ ഹാച്ചറ്റ്. ബറി ദ ഹാച്ചറ്റിന്റെ മീനിങ് ആണ് ടു സ്റ്റോപ്പ് ആൻ ആർഗ്യുമെന്റ് ആൻഡ് മേക്ക് പീസ്. കുറെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു വഴക്കും ശത്രുതയും എല്ലാം നമ്മൾ മറന്നുകൊണ്ട് വീണ്ടും സുഹൃത്തുക്കളാവുക എന്നുള്ള ഒരു മീനിങ് ആണ് ബറി ദ ഹാച്ചറ്റ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സെന്റൻസ് നോക്കാം. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ക്വാറലിംഗ് മൈ ബ്രദേഴ്സ് ഡിസൈഡഡ് ടു ബറി ദ ഹാച്ചറ്റ്. കണ്ടോ, വർഷങ്ങളായിട്ടുള്ള ആ ഒരു വഴക്കും സ്പർദ്ധയും എല്ലാം ആ സഹോദരങ്ങള് എന്ത് ചെയ്തു? ബറി ചെയ്യാനായിട്ട്, കുഴിച്ചിടാൻ മറന്ന് വീണ്ടും സ്നേഹത്തിലാവാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ എപ്പോഴും ഇഡിയംസും ഫ്രേസസും പഠിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സെന്റൻസ് ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത നോക്കാം, റെയിൻ ഓൺ സം വൺസ് പരേഡ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം. അപ്പൊ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ അവിടെ മഴ പെയ്യുവാണെങ്കിൽ അത് എന്താ പറയാ, നന്നാവില്ല. അപ്പൊ അതൊരു ബാഡ് ഓമൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആരുടെയെങ്കിലും ഒരു പരേഡ് റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സ്പോയിൽ ചെയ്യുക, സ്പോയിൽ സം വൺസ് പ്ലാൻസ്. അപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരുടെ സന്തോഷം ഇല്ലാതെയാക്കുക, സന്തോഷം കെടുത്തുക, അതിനാണ് റെയിൻ ഓൺ സം വൺസ് പരേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, സെന്റൻസ് നോക്കൂ. ഐ ഡോണ്ട് മീൻ ടു റെയിൻ ഓൺ യുവർ പരേഡ് ബട്ട് ഐ ഹാവ് സം ബാഡ് ന്യൂസ്. അപ്പോൾ നിന്റെ സന്തോഷം കെടുത്തണം എന്ന് വെച്ചിട്ടല്ല, എന്നിരുന്നാലും എനിക്കൊരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ഓക്കെ, എനിക്കൊരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. അപ്പൊ സന്തോഷമായിട്ട് ഒരു ഇവന്റ് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ആ ഒരാൾ ഇരിക്കുകയായിരിക്കും, അപ്പോഴാണ് നമ്മൾ ഈ ബാഡ് ന്യൂസും കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിന് നമുക്ക് റെയിൻ ഓൺ സംവൺസ് പരേഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ നമുക്കറിയാം, അൺഎക്സ്പെക്ടഡ്, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വരുന്നത്, അതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. എവിടുന്നാണാവോ, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. അപ്പൊ ദ ഓപ്പർച്യൂണിറ്റി കെയിം ഔട്ട് ഓഫ് ദ ബ്ലൂ, നിലച്ചിരിക്കാതെ വന്ന ഒരു സന്ദർഭം. ഓക്കെ, അതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്വാൻ സോങ്. സ്വാൻ സോങ്. ഓക്കെ, സ്വാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹംസം, അരയന്നം എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് ഓർ പീസ് ഓഫ് വർക്ക്. അത് ഒരു ആർട്ടിസ്റ്റിന്റെ അവസാനത്തെ ഒരു വർക്ക്, ലാസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് വർക്ക്, ഒരു ഗ്രന്ഥകാരന്റെ അവസാനത്തെ ഒരു കൃതി, അതിനൊക്കെയാണ് നമ്മൾ സ്വാൻ സോങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അവസാനത്തെ വർക്ക്, ലാസ്റ്റ് പെർഫോമൻസ് അഥവാ ലാസ്റ്റ് വർക്ക്. അപ്പൊ എക്സാമ്പിൾ നോക്കൂ, ദ സിംഗർ അനൗൺസ്ഡ് ദ കൺസേർട്ട് വുഡ് ബി ഹെർ സ്വാൻ സോങ്. കണ്ടോ, അപ്പൊ ആ സിംഗർ പറഞ്ഞു ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു കൺസേർട്ട് അവരുടെ സ്വാൻ സോങ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇതോടുകൂടി അവരുടെ ആ ഒരു കരിയർ നിർത്തുകയാണ്. അപ്പൊ അത് അവരുടെ അവസാനത്തെ പെർഫോമൻസ് ആണ്. അതിനെയാണ് നമ്മൾ സ്വാൻ സോങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അറ്റ് സീ. അറ്റ് സീ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ സീ നിങ്ങൾ ആലോചിക്കും, സീ എപ്പോഴും ഇങ്ങനെ നമ്മൾ തിരമാലയൊക്കെ വരുന്നത് ആലോചിക്കാം കേട്ടോ, കടലിലെ തിരമാല ഇങ്ങനെ വരുന്നത് ആലോചിക്കാം. അപ്പൊ എപ്പോഴും ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കൂ, ഐ ആം കംപ്ലീറ്റ്ലി അറ്റ് സീ വിത്ത് ദ ന്യൂ കമ്പ്യൂട്ടർ സിസ്റ്റം. പുതിയ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എനിക്ക് അങ്ങോട്ട് എന്താ പറയാ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് അറ്റ് സീ എന്ന ഇഡിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കാം. ബറി ദ ഹാച്ചറ്റ്, റെയിൻ ഓൺ സംവൺസ് പരേഡ്, ഔട്ട് ഓഫ് ദ ബ്ലൂ, സ്വാൻ സോങ്, അറ്റ് സീ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, ആപ്പിൾ പൈ ഓർഡർ. ഓക്കെ, ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ഓർ ടൈഡി, വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആപ്പിൾ പൈ ഓർഡർ. അപ്പൊ നോക്കൂ, സെന്റൻസ് നോക്കൂ, ദെയർ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ ആപ്പിൾ പൈ ഓർഡർ. കണ്ടോ, അവരുടെ ഹൗസ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും, നല്ല ഒതുക്കി അടുക്കി ഒതുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ദെയർ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ ആപ്പിൾ പൈ ഓർഡർ, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവും, പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോൾ എ സ്പൈഡ് എ സ്പൈഡ്. അതായത് സ്പെയ്ഡിനെ സ്പെയ്ഡ് എന്ന് തന്നെ വിളിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഫ്രാങ്ക്ലി, അതായത് നമ്മൾ വർത്താനം പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അതിപ്പം നമുക്ക് അപ്രിയ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നോക്കുന്നില്ല, അത് നമ്മൾ സത്യമാണെങ്കിൽ അതങ്ങ് തുറന്നു പറയാം. അതിനെയാണ് കോൾ എ സ്പെയ്ഡ് എന്ന് പറയുന്നത്. നോക്കൂ, സ്പീക്കിംഗ് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി അബൌട്ട് ആൻ അൺപ്ലസന്റ് ട്രൂത്ത് കേട്ടോ. അപ്പോൾ
അപ്രിയ ആയിട്ടുള്ള ഒരു സത്യം നമ്മൾ തുറന്ന് പറയാം കേട്ടോ. നല്ല ഒരു കാര്യമല്ല പറയുന്നത്. ഓക്കെ, അപ്രിയമായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നിരുന്നാലും നമ്മൾ പറയാണ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, എന്താ പറയാ, പറഞ്ഞ നിനക്ക് വിഷമാവും എന്നറിയാം, എന്നാലും എങ്ങനെ സത്യം പറയാതിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കോൾസ് എ സ്പെയ്ഡ്. നോക്കൂ, ഹി ഈസിന്റ് അഫ്രൈഡ് ടു കോൾ എ സ്പെയ്ഡ് ഈവൻ ഇൻ 10 സിറ്റുവേഷൻസ്. കേട്ടോ, എത്ര ഒരു മോശം ഒരു സർക്കംസ്റ്റാൻസ് ആണെങ്കിലും അവൻ സത്യം തുറന്നു പറയും. അതിപ്പോ നല്ലതായാലും ഒരു ചീത്ത കാര്യമായാലും ഓക്കെ, നമുക്കൊരു ബാഡ് ന്യൂസ് ആണെങ്കിൽ പോലും അത് മുഖത്ത് നോക്കി അവൻ ആ ഒരു കാര്യം പറയും. അതാണ് ഫ്രാങ്ക്ലി നമ്മൾ അതങ്ങ് തുറന്നു പറയാം. കോൾ എ സ്പെയ്ഡ് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക, അതൊരു അൺപ്ലസന്റ് ട്രൂത്ത് ആണ് നമ്മൾ പറയുന്നത് ഫ്രാങ്ക് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 40 വിങ്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് നാപ്പ് എന്നാണ് അർത്ഥം. ഒരു ചെറിയൊരു മയക്കം, അതിനാണ് 40 വിങ്സ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഐ മാനേജ് ടു ഗെറ്റ് 40 വിങ്സ് ആഫ്റ്റർ ലഞ്ച്. അല്ലെ, നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മയങ്ങും. അതിനാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 40 വിങ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് നാപ്പ്, കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് മയങ്ങുക, അതാണ് 40 വിങ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ വെറ്റ് ബ്ലാങ്കറ്റ്. someone who always discourages or dampens the mood. ഒരു വെറ്റ് ബ്ലാങ്കറ്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ പുതപ്പ്. നമ്മുടെ പുതപ്പ് വെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ മൂഡ് പോകും എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ എപ്പോഴും ആ ഒരു മൂഡ് കളയുന്നതാണ് ഒരു വെറ്റ് ബ്ലാങ്കറ്റ്. നല്ല മൂഡിലിരിക്കുമ്പോൾ ആ മൂഡ് കളയുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡിസ്കറേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് ഓർക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ, ജോൺ ഈസ് സച്ച് എ വെറ്റ് ബ്ലാങ്കറ്റ്. അപ്പൊ ജോൺ എപ്പോഴും ഒരു മൂഡ് കളയും, അതായത് നല്ല മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ആ മൂഡ് കളയും, നമ്മളെ ഒരു എന്താ പറയുക, ഡിസ്കറേജ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് വെറ്റ് ബ്ലാങ്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു കിക്ക് ദ ബക്കറ്റ്. ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ എന്നാണ് അർത്ഥം. ഓക്കെ, ദ ഓൾഡ് മാൻ ഡൗൺ ദ സ്ട്രീറ്റ് ഹാസ് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് അല്ലെങ്കിൽ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ആള് മരിച്ചുപോയി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു ഡൈ എന്നുള്ള അർത്ഥത്തിലാണ് കിക്ക് ദ ബക്കറ്റ് കേട്ടോ. അപ്പൊ ഇത്രയും ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, 10 ഇഡിയംസ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇത്തിരിശായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രീവിയസ് ഇയേഴ്സിലും പല എക്സാംസിലൊക്കെ ചോദിച്ചതുമായിട്ടുള്ള ഇഡിയംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോ ക്ലാസ്സസ് ആയിട്ട്. നമുക്ക് 3-4 ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സും പഠിക്കുന്നതെല്ലാം റിവൈസ് ചെയ്ത് നല്ല പോലെ നോട്ടൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതേപോലത്തെ ക്ലാസ്സസ് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.